ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. വിജയികളുടെ ആഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. പരാജയത്തിന്റെ കാരണങ്ങളും കളിയിൽ പലപ്പോഴായി കണ്ട സുന്ദര നിമിഷങ്ങളുമൊക്കെ ജനമനസ്സുകളിൽ ഓർമ്മയായി നിൽക്കുന്നു, പലയിടത്തും ചർച്ചയായി തുടരുന്നു. മത്സരത്തിന്റെ കിക്ക് ഓഫിന് തൊട്ടു മുമ്പ് ഒരു പത്രം എഴുതിയതോർക്കുന്നു. ഭൂമി ഒരു പന്തിന് ചുറ്റും കറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആഗോള തിര എന്ന ശീർഷകത്തിന് താഴെ ദേശാഭിമാനി പത്രം എഴുതിയത് ലോകത്തിന്റെ കളിത്തട്ട് ഉണർന്നുവെന്നാണ്. അത്രയ്ക്കായിരുന്നു ലോകമെമ്പാടും കണ്ട ആവേശം. ഈ ആവേശം നമ്മളുടെ പത്രങ്ങളിൽ അതുപോലെ കണ്ടതിൽ ഒരു അത്ഭുതവുമില്ല. ചിലപ്പോഴൊക്കെ തോന്നിപ്പോയത് പത്രങ്ങളും പന്ത് കളിക്കുന്നുണ്ടെന്നും ചില ടീമുകളുമായി പക്ഷപാതം കാട്ടുന്നു എന്നൊക്കെയാണ്. പത്രങ്ങളിൽ വന്ന ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഫൈനലിൽ നിന്നാവാമെന്ന് തോന്നുന്നു. ഈ ഫൈനലല്ല, 22ാം ലോകകപ്പിന്റെ ഫൈനൽ. അന്ന് അർജന്റീന കപ്പ് നേടിയപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് ഗർജന്റീന എന്നായിരുന്നു. അത് ഒരു ശീർഷകം എന്നതിനപ്പുറം രസകരമായ ഒരു ഗർജനമായി തന്നെ ഏവർക്കും തോന്നിയിരുന്നു. ഇത്തവണയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പറയാതെ തരമില്ല, ഗർജന്റീനയ്ക്കൊപ്പം വന്നില്ല ഇത്തവണത്തെ സ്പെയിനിന്റെ പേരിലുള്ള തലക്കെട്ട്. അവിടെ സ്പെയിൻറ്റാസ്റ്റിക് എന്നാണ് കണ്ടത്. എന്തുകൊണ്ടാവാം ഈ സ്പെയിൻറ്റാസ്റ്റിക് അത്രയ്ക്ക് ഒരു പുതുമയില്ലാത്തതായി തോന്നിയത്? ഫ്രാൻസ് നന്നായി കളിക്കുമ്പോൾ ഫ്രഞ്ചാസ്റ്റിക് എന്ന് എഴുതുമായിരുന്നു. ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് നന്നായിട്ട് ബാറ്റ് ചെയ്താൽ ഉടനെ എഴുതും പന്താസ്റ്റിക്. ഇങ്ങനെയുള്ള സ്റ്റിക്കുകൾ പലത് കണ്ടാവാം ഈ സ്പെയിൻറ്റാസ്റ്റിക്കിന് ഒരു പുതുമയില്ലാതെ പോലെ തോന്നി. മലയാള മനോരമയിൽ മറ്റൊരിടത്ത് സ്പെയിനിസം എന്ന് കണ്ടിരുന്നു. സ്പെയിനിന്റെ ആഘോഷത്തിന്റെ കാര്യം പറയുമ്പോൾ സ്പാനിഷ്ടം പോലെ എന്ന് ആണ് എഴുതിയിരുന്നത്. ലാ റോജാവ് എന്നായിരുന്നു മാധ്യമം പത്രം നൽകിയ ശീർഷകം. ലാ റോജ എന്നത് സ്പാനിഷ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ 1920 മുതലേ ഉള്ള പേരാണ്. ചുവന്നത് എന്നാണ് അർത്ഥം, ദ റെഡ് വൺ. കാലം നിശ്ചലമാകുന്നു ഈ അത്ഭുത സംഘത്തിന് മുന്നിൽ എന്നാണ് മാധ്യമം എഴുതിയിരുന്നത്. കേരള കൗമുദിയിൽ കണ്ടത് സ്പാനിഷ് ജല്ലിക്കെട്ട് എന്നായിരുന്നു. വീണ്ടും സ്പാനിഷ് വസന്തം എന്ന് പറയുന്നുണ്ട്. കാരണം മുമ്പൊരിക്കൽ ലോകകപ്പ് നേടിയവർക്ക് വീണ്ടും കപ്പ് നേടാനായപ്പോൾ വീണ്ടും സ്പാനിഷ് വസന്തം എന്ന് ആ പത്രം എഴുതിയിരുന്നു. അടുത്ത ദിവസം സ്പാനിഷ് ഡിലൈറ്റ് എന്നായിരുന്നു അവിടെ കണ്ടത്. അതൊരു തരം കേക്കിന്റെ പേരാണല്ലോ. സ്പെയിൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സ്പാനിഷ് എന്ന പ്രയോഗം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലെത്തുന്ന ഒരു പ്രയോഗമുണ്ട്, സ്പാനിഷ് അർമദ. അർമദ എന്നാൽ പടക്കപ്പൽ കൂട്ടം എന്നാണ് അർത്ഥം. 1588 ഫിലിപ്പ് രണ്ടാമൻ രാജാവ് സ്പെയിനിൽ നിന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചടക്കാൻ വേണ്ടി അയച്ച ഒരു കപ്പൽപ്പടയുടെ പേരാണ് സ്പാനിഷ് അർമദ. പോയ ദൗത്യം നടന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ സ്പാനിഷ് അർമദ എന്നുള്ള പേര് അന്ന് മുതൽ ഇന്നു വരെയും പ്രശസ്തമാണ്. ഈ പന്ത് കളിയിൽ സ്പെയിൻ കിരീടം നേടിയപ്പോൾ അവിടെ വീണ്ടും സ്പാനിഷ് അർമദ കടന്നു വന്നതിൽ ഒരു അത്ഭുതവുമില്ല. മാതൃഭൂമി ഹുറേ സ്പെയിൻ എന്ന് ഒരു വലിയ ശീർഷകം നൽകിയിട്ടുണ്ട്. അതിന് താഴെ എഴുതിയിരിക്കുന്നത് ഈ സ്പാനിഷ് അർമദയെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ്. കൊടുങ്കാറ്റും പേമാരിയും കടന്നെത്തിയ സ്പാനിഷ് പടക്കപ്പൽ അർജന്റീനയുടെ നീലത്തിരമാലയിൽ ഉലഞ്ഞില്ല എന്നാണ് മാതൃഭൂമി എഴുതിയിരുന്നത്. ദ ഹിന്ദുവിലെ ശീർഷകവും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ടോറസ് ദ ഹീറോ ആസ് സ്പാനിഷ് അർമദ സിങ്സ് അർജന്റീന എന്നാണ്. സ്പാനിഷ് അർമദയ്ക്ക് പണ്ട് കിട്ടാത്തൊരു വിജയമാണ് ഇപ്പോൾ പത്രങ്ങൾ നൽകുന്നത്. അവിടെ എഴുതിയിരുന്ന ഒരു വാക്യം വളരെ ശക്തമായി തോന്നി. എ ഡിഫീറ്റ് ദാറ്റ് അറൈവ്ഡ് ഇൻ എ സിംഗിൾ ബ്ലോ എന്നാണ്. ഒറ്റ അടിയിൽ കിട്ടുന്ന തോൽവി എന്നാണ് ദ ഹിന്ദു അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്പാനിഷ് അർമദയെ ഓർമ്മിപ്പിക്കുന്ന ശീർഷകങ്ങൾ പലയിടത്തും വന്നെങ്കിലും സ്പാനിഷ് അർമാദം എന്ന് ജന്മഭൂമിയാണ് എഴുതിയത്. അത് അർമദയുടെ ഒരു അർമാദം എന്നുള്ള മട്ടിൽ ആണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മലയാള മനോരമയിലെ ഒരു പങ്ക്തിയുടെ ഭാഗമായി സ്പാനിഷ് അർമഡ എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന 3 വാക്കുള്ള ശീർഷകം വളരെ ആകർഷകമായി തോന്നി. ഓരോ വാക്കിലും 5 അക്ഷരം മാത്രമാണ്. സ്പെയിൻ റെയിൻ അഗെയിൻ എന്നാണ് അവിടെ ശീർഷകമായി കണ്ടത്. ഓരോ വാക്കിലും 5 അക്ഷരം വീതം ഉണ്ട്. ദ എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. എതിരാളികളെ വിഷമത്തിലാക്കാൻ സ്പെയിൻകാർക്കുള്ള പ്രത്യേക കഴിവിനെക്കുറിച്ചാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആ ലീഡിൽ പറയുന്നത്. ആ കഴിവ് തന്നെയാണ് കളിയുടെ ഫൈനലിൽ നമ്മൾ കണ്ടത്. അല്പം കൂടി പിന്നോട്ട് നോക്കുമ്പോൾ പത്രങ്ങൾ ഗംഭീരമായി ആഘോഷിച്ച ഒരു സംഭവമുണ്ട്.
കളിയിലേക്ക് മെസ്സിയുടെ വരവ്. അൾജീരിയക്കെതിരെ 3 ഗോൾ അടിച്ചപ്പോൾ മെസ്സി എന്ന പേര് ഒരു പത്രം ഇംഗ്ലീഷിലാണ് എഴുതിയത്. അത് ME എന്നുള്ളത് തിരിച്ചിട്ട് 3 എന്നാക്കി. അങ്ങനെ ശീർഷകത്തിലൊരു തമാശ കാട്ടിയാണ് മലയാള മനോരമ അത് ആഘോഷിച്ചത്. വേറൊരിടത്ത് മെസ്സി 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 എന്ന് 3 തവണ എഴുതിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകളും ഒരുപാട് പത്രങ്ങളും മെസ്സിയിൽ അർപ്പിച്ച അമിതമായ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് കാരണമാണെന്ന് തോന്നുന്നു ഫൈനലിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശീർഷകങ്ങളിൽ മെസ്സിയും കടന്നു വന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ളത് മെസ്സിയുടെ കാര്യം തന്നെയാണ്. അവിടെ ശീർഷകം ഇങ്ങനെയാണ്: മെസ്സി എൻഡ്സ് വേൾഡ് കപ്പ് ഇൻ ടിയേഴ്സ് ആസ് ലാ റോജ സേ 2 ചിയേഴ്സ്. അവിടെ അത്യാവശ്യം പ്രാസവുമുണ്ട്, കാര്യവും പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദെയർ വാസ് നോ ഫെയറി ടെയിൽ എൻഡിങ്. ഈ പഴയകാല കഥകളൊക്കെ അവസാനിക്കുന്നത് അവർ സന്തോഷത്തോടെ തിരികെ പോയി എന്ന് പറഞ്ഞാണല്ലോ. അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് മെസ്സിയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയ കാര്യമാണ്. ഇത് ഓർക്കാനൊരു കാരണമുണ്ട്. മെസ്സി വന്നപ്പോൾ മലയാളത്തിൽ ഒരു പത്രം എഴുതിയ ഒരു ചോദ്യമുണ്ട്: മെസ്സി അല്ലാതെ ആര് എന്ന്. സ്പെയിൻ എന്നൊരു മറുപടി ഇപ്പോൾ കിട്ടിയല്ലോ, അല്ലെങ്കിൽ ടോറസ് എന്നൊരു മറുപടി കിട്ടിക്കഴിഞ്ഞല്ലോ. കളിക്കിടയിൽ പലതരം തലക്കെട്ടുകൾ നമ്മളെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രാസമൊപ്പിച്ചുള്ള ഒരുപാട് ശീർഷകങ്ങളെ കാണാൻ കിട്ടിയിരുന്നു. ഘാന കളിച്ചപ്പോൾ ഗംഭീരം ഘാന. കൊളംബിയയുടെ കാര്യം വന്നപ്പോൾ കൊള്ളാം കൊളംബിയ. തുർക്കിയെ ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ മാസ്ട്രേലിയ എന്ന് പറഞ്ഞു, അത് മാസ് എൻട്രി എന്നൊക്കെ പറയും പോലെ. തുർക്കി ജയിച്ചപ്പോഴോ ജയ തുർക്കി എന്നാണ് ഒരു പത്രം എഴുതിയത്. പക്ഷേ പറയാതിരിക്കാൻ തരമില്ല, മുൻകാലങ്ങളിൽ ഇക്വഡോർ കളിക്കുമ്പോഴൊക്കെ ഒന്നുകിൽ ഡോർ അടച്ചു അല്ലെങ്കിൽ ഡോർ തുറന്നു എന്ന് ഒരു പത്രം എഴുതുമായിരുന്നു. ഇത്തവണ ആ പത്രം അങ്ങനെ എഴുതിയില്ല, പക്ഷെ വേറെ 1-2 പേർ ഡോർ അടച്ചു എന്ന് എഴുതിയിരുന്നു. ജർമ്മനി പരാഗ്വേയുമായി തോറ്റപ്പോൾ കണ്ട ഒരു ശീർഷകം രസകരമായി തോന്നി. തോറ്റപ്പോൾ അവർക്ക് എന്തായാലും ഒരു മനോവേദന ഉണ്ടായി കാണുമല്ലോ. അതിന് മലയാള മനോരമ നൽകിയ വിശേഷണം എന്താണെന്നോ? ജർമ്മനോവേദന എന്ന്. സാധാരണ കാണുന്ന ഒരു മനോവേദന അല്ല.